ഷിഗല്ല വന്ന് മാറിയ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുമോ? മലത്തിലൂടെ ഈ രോഗാണു പുറത്തേക്ക് പോകുന്നത് എത്ര നാൾ പോവും? അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള സാധ്യതയില്ലേ? ഈ ഒരു ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം, അത്തരം ഒരു കാര്യം ആവശ്യമില്ല. അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാം, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാം. പക്ഷേ ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഈ രോഗാണു ഒരു അസുഖം ഇല്ലാത്ത ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കാനുള്ള സാധ്യതകളെ കാരിയർ സ്റ്റേറ്റ് എന്ന് പറയും. അത് വിവിധ തരത്തിലുള്ള കാരിയർ സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന്, ഇൻക്യുബേഷൻ പീരീഡിലുള്ള കാരിയർ സ്റ്റേറ്റ്. രോഗാണു എനിക്ക് പകർന്നു കിട്ടി, എനിക്ക് രോഗലക്ഷണങ്ങൾ വന്നില്ല, അതിനു മുമ്പ് തന്നെ എൻ്റെ മലത്തിലൂടെ രോഗാണു പുറത്തു പോകുന്നു, അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു. രണ്ടാമത്, നമ്മൾ രോഗം വന്നു, ചികിത്സയെടുത്തോ ചികിത്സ എടുക്കാതെയോ മാറി. ആ മാറിയതിന് ശേഷവും ഏതാനും ആഴ്ചകളോ ചിലപ്പോൾ വർഷങ്ങളോ ഉള്ള ഈ കാരിയർ സ്റ്റേറ്റ്, രോഗാണുവിനെ മലത്തിലൂടെ പുറത്ത് കളഞ്ഞുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ, ഒരു അക്യൂട്ട് കാരിയർ സ്റ്റേറ്റ് ആൻഡ് ക്രോണിക് കാരിയർ സ്റ്റേറ്റ് എന്നാണ് പറയുക. ഷിഗല്ല ഇത്തരത്തിലുള്ള ഒരു രോഗവാഹകനായി ഒരാൾക്ക് നിൽക്കാനും മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാനുള്ള എത്ര സാധ്യതകളുണ്ട്? ഇൻക്യുബേഷൻ പീരീഡിലുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. രോഗിയായിരിക്കുന്ന ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും വളരെയേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മരുന്ന് കഴിച്ച് രോഗം മാറിയ ഒരാളിൽ നിന്ന് ഏതാനും ആഴ്ചകൾ വരെ ഈ രോഗാണു മലത്തിലൂടെ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇതേക്കുറിച്ച് നമ്മൾ എത്രയേറെ വേവലാതിപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്ത് നമ്മുടെ രോഗം മാറുമ്പോഴേക്കും പലപ്പോഴും ഈ രോഗാണു മറ്റൊരാളിലേക്ക് രോഗം പകർന്നു കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്നുള്ളത് കൊണ്ട് തന്നെ മലത്തിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള സാധ്യത ഷിഗല്ലയുടെ കാര്യത്തിൽ കുറവാണ്. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ സോപ്പും ഇട്ട് കൈ കഴുകാൻ നമ്മൾ അവരെ കുട്ടികളെ പരിശീലിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ സ്കൂൾ ടീച്ചർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ സ്കൂളിൽ വെച്ചിട്ട് മറ്റു കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലുമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വേദി ഒരുക്കാതിരിക്കുക. അവനവന് കൊണ്ടുപോകുന്ന ഭക്ഷണവും വെള്ളവും ആ കുഞ്ഞ് മാത്രം കഴിക്കുക. ഈ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അവിടെ വെച്ച് മലം പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അഥവാ മലം പോവുകയാണെങ്കിൽ കൈ വാഷ് ചെയ്തിട്ട് മാത്രം ക്ലാസ്സിലേക്ക് കയറാൻ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ കുഞ്ഞിന് സൈക്കോളജിക്കൽ ഇഷ്യൂ ഉണ്ടാവുന്ന രീതിയിൽ കുഞ്ഞിനെ മാറ്റി നിർത്തുകയോ അവനെ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യരുത്.